ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞൻ ബാഗുകളായിട്ടാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് ബാഗുകൾക്ക് വളരെ സ്വീകാര്യതയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ അതിൽ കുറച്ച് കൂട്ടുകാർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ കുറച്ച് കള്ളികളിൽ വ്യത്യാസം വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് വേണ്ട, സെയിം കളർ തന്നെയുള്ള സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയുള്ള ബാഗുകൾ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കസ്റ്റമേഴ്സിന്റെ ചോയ്സ് പ്രകാരം നമ്മൾ കുറച്ച് ഡിസൈൻസ് പുതിയത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ബാഗ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടി സ്ലിംഗ് ബാഗ്, സ്മോൾ സ്ലിംഗ് ബാഗ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് നൈലോൺ, കൂടിയ നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചെറുതാവുന്നതും പേഴ്സുകളിൽ നമുക്കത് കയ്യിൽ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെയുള്ള ഈ സ്ട്രാപ്പ് വേണ്ട എന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഊരിയിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പാകത്തിന് കുറച്ച് നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്കത് കയ്യില് കേട്ടോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനും വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റം ആണ്. നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ ആയിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ആ ഫോം ഷീറ്റും കൂട്ടുകാരോട്ടും പേടിക്കേണ്ട, വാഷബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വളരെ സ്മൂത്ത് ആയിട്ട് നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ട്. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്ത് നമുക്ക് സ്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി അല്ലാതെ നമുക്ക് കയ്യിൽ വെറുതെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു പേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്ലിംഗ് ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. 5 കമ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞാന്ന് വിചാരിച്ച് ആരും അങ്ങനെ നിസ്സാരമായി കരുതണ്ട. 5 കമ്പാർട്ട്മെന്റുകളുള്ള ഒരു കുട്ടി ബാഗ് ആണിത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാക്ക് സൈഡില് ഒന്നാമത്തെ കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റണ്ണറൊക്കെ കുറച്ച് സ്പെഷ്യൽ ആണ്, കണ്ടില്ലേ, കുറച്ചൊരു ഫാൻസി റണ്ണറാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ വന്നേക്കുന്നത് എല്ലാം നമ്മുടെ ബാഗുകളെയും പോലെ തന്നെ ബാഗിന്റെ അതേ വിട്ടിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, പോക്കറ്റ് കള്ളികളല്ല. ഇനി വരുന്നേക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് മനോഹരമായ എംബ്രോയിഡറി നമ്മൾ ചെയ്തേക്കുന്നത്. സാധാരണ ഒരു പതിച്ചൊരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇത്തവണ എക്സിറ്റ് ചെയ്തു, കാരണം അതിന്റെ ഒരു ഭംഗി അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓപ്പൺ കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടില്ലേ, ഉള്ളിൽ തന്നെ 2 കമ്പാർട്ട്മെന്റ്. ഇപ്പൊ ഞാൻ ഇതൊന്ന് മടക്കി വെക്കുകയാണേ, കണ്ടില്ലേ, ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റുകളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ നടുക്ക് കൂടെ ഒരു കമ്പാർട്ട്മെന്റ് പോകുന്നുണ്ട്, കണ്ടില്ലേ. അതും നമ്മൾ ആ ഫാൻസി റണ്ണർ വെച്ച് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഉള്ളില് ഒരു പോക്കറ്റ് കളി നമുക്ക് പറയാം, കുറച്ച് ഒരു കുഞ്ഞു കളി അതിനകത്തും ഉണ്ട്. പക്ഷെ അതും നമ്മള് കുറച്ച് സോഫ്റ്റ് അല്ല, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടയിൽ തന്നെ അത് ഇരിക്കും. പിന്നെ അതിങ്ങനെ പൊങ്ങി പോരത്തൊന്നുമില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റുകളുണ്ട്. ഇവിടെ നടുക്ക് കൂടെ ഒരു കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഉണ്ട്. ഇനി അതും കൂടാതെ നമ്മൾ ഉള്ളിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം. അതൊരു സാധാരണ റണ്ണറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ ടോട്ടൈ ബാഗ്സിനൊക്കെ ഉള്ള റണ്ണറാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഉള്ളിലേക്കും നമുക്കൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു ചെറിയ എന്തെങ്കിലും പൈസ കാര്യങ്ങളൊക്കെ ഭയങ്കര സെക്യൂർ ആയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് അതിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലോസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എത്ര കമ്പാർട്ട്മെന്റുകളുണ്ട്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഇത് വാഷബിൾ ആണ്, കൂട്ടുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടാണ്. നമ്മള് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ബാഗുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് ഏകദേശം കൂട്ടുകാർക്കൊന്നും അറിയണ്ടേ, അതിനായിട്ട് നമ്മൾ ടൈപ്പ് എടുത്തു. സൈസ് നോക്കുമ്പോ ഇതിങ്ങനെ ഒരു പെട്ടി ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ആ ഒരു സൈസ് ഒന്ന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എങ്കിലും ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു സൈസ് നോക്കുമ്പോ ഈ ഫ്രണ്ട് വശം 7 ഇഞ്ച് വരുന്നുണ്ട്. ഒരു ഹൈറ്റ് നമ്മൾ നോക്കുമ്പോ 5.5 ഇഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇതിനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പെട്ടി പോലെയാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടാവും. സാധനങ്ങൾ കയറുന്നതിൽ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം കുറച്ച് വലുതായിരിക്കും. ഇപ്പൊ 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8 ഇഞ്ചുള്ള ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പതിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 8.5 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. ഒരു സൈസും കൂടി ഏകദേശം ഞാൻ പറയാണ് കേട്ടോ.
1.25 ഇഞ്ച് ആ ഒരു അടിവശത്ത് ഒരു ബേസും വരുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ടും ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് നോക്കാം. സിംഗിൾ കളറാണ് വന്നേക്കുന്നത്, ഡാർക്ക് ബ്രൗൺ കളറാണ്, അതിൽ റോസ് കളറും ഒരു ഗ്രീൻ കളറും എംബ്രോയിഡറി കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നു. അപ്പൊ നമ്പർ 1. ഓക്കെ, ഇനി നമ്പർ 2 വന്നേക്കുന്നത് മെഹന്തി ഗ്രീനിലാണ്. മെഹന്തി ഗ്രീനില് നമ്മുടെ ബ്യൂട്ടിഫുൾ റോസ് ഫ്ലവർ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അതൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ലീവ്സും കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ റോസ് ഫ്ലവേഴ്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്പർ 2. മെഹന്തി വന്നേക്കുന്നത് നമ്പർ 3 ആണ്. ബ്ലാക്ക് കളറിലാണ്, ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പൊ ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. ലീഫിനാണെന്ന് തോന്നുന്നു, കുറച്ച് പ്രൊജക്ഷൻ അല്ലേ, പക്ഷെ കൂടുതലും ലീഫ് കളേഴ്സ് ആണ് കൂടുതലും കാണുന്നത്. അപ്പൊ ഗ്രീൻ കളറിൽ റോസ് കളറ് എംബ്രോയിഡറി കൊടുത്ത ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ്. അപ്പൊ ഇതെല്ലാം സ്ലിംഗ് ബാഗുകളുമാണ്. നമുക്കിത് അഴിച്ചു വെച്ചിട്ട് ഒരു പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 8078982991. അപ്പൊ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീണ്ടും പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.